ഏതായാലും കഴിഞ്ഞൊരു സ്വീറ്റ് പെർഫോമൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും അല്ലേ? അടുത്തതായിട്ട് കുട്ടിപ്പാട്ടാണ്. ആ റൗണ്ടിൽ മഹാകവി മോയിൻകുട്ടി വൈദ്യർ എലികളെയും പൂച്ചകളെയൊക്കെ ഒക്കെ പറ്റിയിട്ടൊരു കുട്ടി സാഹിത്യ രൂപേണ നല്ല 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 പാട്ടുകൾ നമുക്കായിട്ട് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൂപ്പർ സോങ്ങുമായിട്ട് ഇനി നമുക്ക് മുന്നിൽ വരാൻ പോകുന്നത് കോമ്പറ്റീഷൻ റൗണ്ടിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്. സോ ലെറ്റ്സ് വെൽക്കം ആദിഷ്. ഹലോ ആദിഷ്. ചേച്ചി വെൽക്കം ബാക്ക് അഗെയിൻ. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷം? സുഖം. സുഖം. ഒരു ഇത്തിരി ഗുണ്ടുമണിയായിട്ടുണ്ടോ? ഒരു പൊട്ടിക്ക് ഇത്തിരി ഗുണ്ടുമണിയായിട്ടുണ്ടോ? അത് ഡ്രസ്സിന്റെ കുഴപ്പം. ഡ്രസ്സിന്റെ കുഴപ്പമാണ് കേട്ടോ. സത്യം സത്യം. വേറെ ഡ്രസ്സിൽ വരുമ്പോ ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പൊ ഇന്ന് കുട്ടിപ്പാട്ടാണ്. ഏത് പാട്ടാ പാടാൻ പോണേ? ഞാൻ എത്തിയരശനോട് ഇതാരാ ട്യൂൺ ചെയ്ത് തന്നെ? കോഴിക്കോട് അബൂബക്കർക്ക. അതെ അല്ലേ? ഓക്കെ മോനു. അപ്പൊ എന്ത് കഥയാണ് ഈ പാട്ടിലൂടെ പറയാൻ പോണേ? എലിയും പൂച്ചയും തമ്മിലുള്ള യുദ്ധം തോറ്റിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ ഇതിൽ നല്ലൊരു സ്റ്റോറി തന്നെയായിരിക്കും. നമുക്ക് ഏതായാലും ഇത് ആദിഷിന്റെ പാട്ടിലൂടെ നമുക്ക് ആസ്വദിക്കാം. ഓക്കെ മോനു. അപ്പൊ നല്ല പോലെ പാടും. ഓൾ ദി ബെസ്റ്റ്. എത്തിയരശനോടൂരത്ത് പൂച്ച എങ്ങൾക്ക് അപമാനം ഭവിച്ച് രാജാ മെത്തേ പടയാളർ പെരിച്ചായിക്ക് മുടുക്കാൽ വരുന്നുള്ളേ ത്വരിക്കിൽ നിന്ന് എത്തിയരശനോടൂരത്ത് പൂച്ച എങ്ങൾക്ക് അപമാനം ഭവിച്ച് രാജാ
അങ്ങനെ നല്ലൊരു സൂപ്പർ സോങ് പാടിക്കഴിഞ്ഞല്ലേ? എന്ത് തോന്നി? കുഴപ്പമില്ലാതെ പാടും. ജഡ്ജസിന് ഇഷ്ടപ്പെട്ട് കാണോ? അറിയില്ല, ചോദിച്ചു നോക്കാം അല്ലേ. അതിനു മുമ്പ് വീട്ടിൽ പൂച്ചയുണ്ടോ? പൂച്ചയില്ല, എലിയുണ്ട്. എന്നിട്ട് എങ്ങനെയാ ഈ എലിക്ക് 3 നേരം ഭക്ഷണമൊക്കെ കൊടുക്കോ? അത് എലിയെ കണ്ട അപ്പൊ ഓടിക്കോ? ഓടിക്കും അല്ലേ? നമ്മുടെ ഹർഷേഷോകൻ ഈ പറക്കും തളികയിലൊക്കെ കാണിക്കുന്ന പോലെ. അങ്ങനെ തന്നെ, ശരിയാണ്. അപ്പൊ മോനു, നമുക്ക് ചോദിക്കാം ജഡ്ജസിന്റെ അടുത്ത്. ആദ്യം നമുക്ക് നമ്മുടെ സജിലിൽ നിന്ന് തുടങ്ങാം. സജില. ആതീഷ്, എന്താണ് വിശേഷം? അബുദാബിയിൽ നിന്നൊക്കെ വന്നിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തോ? എല്ലാവർക്കും കൊടുത്തോ? ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ആർക്കാ നീ കൊടുത്തേ? എടാ കള്ള നുണ പറയുന്നോ? വീട്ടിലുള്ള ആൾക്കാർക്ക് കൊടുത്തത്. ഇവിടെ എല്ലാരും കൊടുത്തോ? കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവരെ കൊടുത്തിട്ടില്ല. വേഗം കൊടുക്കണം കേട്ടോ. ഞങ്ങളൊക്കെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ ഞങ്ങളെല്ലാവരും എത്തിയിട്ടും ആതീഷിനെ കണ്ടില്ല കേട്ടോ. ഫാൻസൊക്കെ എടുത്തങ്ങ് കൊണ്ടുപോയി. എന്നിട്ട് വരുമ്പോൾ ഉണ്ട് വലിയ ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുന്നു. അതിലെന്താ? എന്തായിരുന്നു ഗിഫ്റ്റ്? കാറുകളാണോ? കാറാണല്ലോ ഇഷ്ടം ആൾക്ക്. കാറാണോ അതോ ചോക്ലേറ്റ്സ് ആണോ? പറ, എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടിയേ? സ്പ്രേയും ടോയ്സും ചോക്ലേറ്റും എല്ലാം ഉണ്ട്. ചോക്ലേറ്റ് മറക്കണ്ട കേട്ടോ ഞങ്ങൾക്ക് തരാനും. പാട്ടിനെ കുറിച്ച് പറയാല്ലേ? നന്നായി പാടി മോനെ, എല്ലാ അർത്ഥത്തിലും നന്നായിട്ട് തന്നെ പാടി. പിന്നെ എന്താ പറയുക, ഓരോ പെർഫോമൻസിലൂടെയും ജനങ്ങളെ കീഴടക്കുന്ന ഒരു സിംഗർ അല്ലേ? നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് മോനെ. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. സംഗതികളൊക്കെ നല്ല എല്ലായിടത്തും വന്ന ഫസ്റ്റ് കുറച്ച് സ്ലോ ആയിട്ടാണ് പാടുന്നത് അല്ലേ? അതിലുള്ള സംഗതികളൊക്കെ രണ്ടാമത് വരുമ്പോൾ സ്പീഡിൽ വരുന്ന പോർഷൻസിലും അതേ സംഗതികൾ വരുന്നുണ്ട്. അത് എല്ലായിടത്തും നല്ല പെർഫെക്റ്റ് ആയിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചുകൂടി എക്സ്പ്രഷൻസ് വരുത്തായിരുന്നു എന്ന് തോന്നി. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി ഇതിലും ഫ്ലോ കിട്ടിയായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ബാലാൽ, അതിൻ്റെ അവിടെ അതാ ഞാൻ പറഞ്ഞ ആ സംഗതികളൊക്കെ ഭയങ്കര എക്സലൻ്റ് എന്ന് പറയാം കേട്ടോ. ആ സംഗതികൾക്ക് എനിക്ക് ഇഷ്ടമായി. ടേക്ക് കെയർ. താങ്ക് യു സജില, താങ്ക് യു സോ മച്ച്. ഫിറോസിക്ക. അല്ല, ഞങ്ങളൊക്കെ പൂച്ചയെ വളർത്തുക, നിങ്ങൾ എലിയെ വളർത്തുക. ഞങ്ങളൊക്കെ പൂച്ചയാണ് വളർത്തുക. ഞാൻ എലിയെ വളർത്തുന്ന ഒരു നാട് ആദ്യമായിട്ട് കേൾക്കും. എനിക്ക് അവിടെ നിന്ന് വരണം. എലിയെ ഇതൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തലാണോ? ചില ദിവസം എന്തൊക്കെ ഭക്ഷണം കൊടുക്കുക? അവിടെ എന്നും ഒരു എലി വരും. അപ്പൊ എന്നും ആ എലിക്ക് ഭക്ഷണം പേരിട്ടിട്ടുണ്ടോ? എലിക്ക് സത്യം. പൂച്ചകൾക്ക് യുദ്ധമാണല്ലോ കാണിക്കുന്നത്, പൂച്ചയും എലികളും കൂടെ അല്ലേ? പൂച്ചകൾക്ക് പരാജയം സംഭവിക്കുന്ന ആ ഭാഗമാണ് എടുത്ത് പാടിയത്. പൂച്ചകൾ യുദ്ധത്തിൽ പരാജയം, പൂച്ച സൈന്യത്തിന് പൂച്ചപ്പടയ്ക്ക് പരാജയം സംഭവിക്കുന്നത്. അപ്പോൾ എലിപ്പട ചെന്നിട്ട് എലിരാജനോട് പറയാണ് സങ്കടം. അവരുടെ നേതൃത്വത്തിൽ, എലിപ്പടയുടെ നേതൃത്വത്തിൽ പെരിച്ചാഴിയെ, അവർ പല മൃഗങ്ങളെയാണ് കൊണ്ടുവരിക. മുള്ളംപന്നിയെ, കീരിയെ, ഓന്തിനെ, അതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഈ മൊത്തം കഥയിൽ പറയുന്നുണ്ട്. മോൻ പാട്ടിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞിട്ട് പൂച്ച ഭാഗം, തോൽവി സമ്മതിച്ച ഭാഗം കുറച്ച് ശോകത്തിൽ പാടി അല്ലേ? പിന്നെ മോൻ പാടിയില്ല, താളം കുറച്ച് സ്പീഡാക്കിയിട്ട്. അത് പിന്നെ വീണ്ടും 2 സൈന്യങ്ങൾ യുദ്ധത്തിന് ഒന്നിച്ചിറങ്ങുന്ന ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ആ ഋതത്തിൻ്റെ കൃത്യതയൊക്കെ കൃത്യമായി പാലിച്ചു. പിന്നെ പ്ലാനുകളൊക്കെ നല്ല കിടുക്കും വിധം തന്നെ പാടി കേട്ടോ. കുറച്ചൊരു നെസൽ ടോൺ എവിടെയോ ഒന്ന് ചെറുതായിട്ട്, മൂക്കടച്ചതാണുള്ളത്. ഇപ്പോൾ എവിടെയോ ഇങ്ങനെ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നു എനിക്ക്. പക്ഷെ അത് അത്ര അറിഞ്ഞില്ല. പ്ലാനുകളൊക്കെ ഭംഗിയായിട്ട് പാടി. പിന്നെ വേറൊന്നുമില്ല. താങ്ക് യു ഫിറോസിക്ക. ആതീഷ്, ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ നല്ല, പക്ഷെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, നല്ല എനർജി ഉണ്ടായിരുന്നു ആ പാട്ടിന് കേട്ടോ. പിന്നെ എന്താ പറയുക, ട്യൂൺ എന്ന് പറയുമ്പം കോഴിക്കോട് അബൂബക്കർ ഔക്കാക്ക, നമ്മളങ്ങനെ വിളിക്കുക ഔക്കാക്ക. അത്ര ഒരുപാട് പാട്ടുകൾ നമുക്ക് തന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ട്രഡീഷണൽ സ്റ്റൈല് വിടാതെ തന്നെയാണ് ഔക്കാക്ക ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും മോന് ശരിക്കും മോൻ്റെ ആ തൊണ്ടയിൽ തന്നെ ആ ഒരു സ്റ്റൈലുണ്ടല്ലോ, ട്രഡീഷണൽ പാടുന്നതിൻ്റെ ഒരു സ്റ്റൈല് മോൻ്റെ ശരിക്കും ഈ പാട്ടിൽ മോൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ചെറിയ പ്രശ്നങ്ങളല്ല, വല്ലാണ്ടൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കും അതൊക്കെ തന്നെ തോന്നിയുള്ളൂ. കാരണം മോനുള്ളൊരു അത്ര അങ്ങനെയുള്ളൊരു കുട്ടി സോങ് കേട്ടോ. മോൻ എപ്പോഴും നല്ല കസർത്ത് കാണിക്കുന്ന പാട്ടുകൾ ഇവിടെ പാടാറുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു പാട്ടല്ല ഇത്. പക്ഷെ പാടിയ സംഗതികളൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ. താങ്ക് യു റഹ്നത്ത, താങ്ക് യു ഓൾ ജഡ്ജസ്. അങ്ങനെ ആതിഷിന്റെ ഈ ഒരു പെർഫോമൻസിനുള്ള മാർക്സ് ചോദിക്കാം. എന്തൊരു പാവായി റഹ്നത്ത പറഞ്ഞപ്പോ. റഹ്നത്ത ഔട്ട് ഓഫ് 40 39.
39 out of 40. Great score. ഫിറോസിക്ക out of 40. പൂച്ചയെ വളർത്താത്ത എലിയെ വളർത്തുന്ന ആദിഷിന് 39. 39 again out of 40. Then Sachla out of 20. ആദിഷിന് 19. 19 out of 20. Great score. അങ്ങനെ ടോട്ടൽ സ്കോർ 97 out of 100. എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ് വന്നോ? ഇല്ല. ഇന്ന് അവിടെ മാറിപ്പോയിരുന്നു കാണിച്ചോളൂ കേട്ടോ. അടുത്ത ആളെ വിളിക്കട്ടെ. ബൈ. താങ്ക് യു.